ബ്രഹ്മാനന്ദം പരമസുഖദം കേവലജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അതിൻ്റെ വന്ദന ശ്ലോകത്തിലേക്ക് കടക്കാം. ആമുഖമായി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് വന്ദന ശ്ലോകം ആരംഭിക്കാം. ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ വന്ദന ശ്ലോകം സ്കന്ധപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഗണപതി ഭഗവാനെ സ്തുതിക്കുന്ന ആ ശ്ലോകവും വ്യാസഭഗവാനെ സ്തുതിക്കുന്ന ഭാഗവും. അത് മൂലഗ്രന്ഥമായ ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ അതില്ല. മൂലഗ്രന്ഥത്തിൽ നിന്നും അടർത്തി മാറ്റി സ്വതന്ത്ര മന്ത്രമാക്കി മാറ്റിയതുകൊണ്ടാണ് വന്ദന ശ്ലോകവും ധ്യാന ശ്ലോകങ്ങളും ഫലശ്രുതിയുമൊക്കെ അധികമായി ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആ വന്ദന ശ്ലോകത്തോടുകൂടി ഇത് വിവരിക്കാൻ ആരംഭിക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോ ഉപശാന്തയേ. സർവവിഘ്ന ഉപശാന്തയേ. ശുക്ലാംബരധരം, ശുക്ലാംബരം എന്ന് വെച്ചാൽ വെളുത്ത അമ്പരം ധരിച്ചവൻ. അമ്പരം വസ്ത്രം, വെള്ള വസ്ത്രം, അതായത് ശുക്ലമായിട്ടുള്ള വെളുത്ത വസ്ത്രം ധരിച്ചവനും. വിഷ്ണു, വിഷ്ണു വിഷ്ണു എന്ന് വെച്ചാൽ എല്ലായിടവും, ആ വാക്കിനർത്ഥം എല്ലായിടവും വ്യാപിച്ചു നിൽക്കുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ വിഷ്ണു, മഹാവിഷ്ണു എന്ന വാക്കുകൊണ്ട് തന്നെ, ആ വാക്കിൻ്റെ അർത്ഥം കൊണ്ട് തന്നെ ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയുകയാണ്. ഏത് ലോകത്ത് ചെന്നാലും, എല്ലാ ലോകത്തും 14 ലോകങ്ങളിലും കടന്നു ചെന്നാലും, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ എവിടെ എത്തിയാലും അവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്ന ഒരേയൊരു ആളാണ് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വന്ദന ശ്ലോകം ആരംഭിക്കുന്നത്. ഇതിൽ ഗണപതി ഭഗവാനെ ധ്യാനിക്കുന്നു എന്നും ചിലയിടങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വാക്ക് മാത്രമേ വിഷ്ണു എന്നുള്ളിടത്ത് മാത്രം മാറ്റി ഗണപതി ഭഗവാൻ എന്നാക്കി മാറ്റുമ്പോൾ അങ്ങനെ ഗണേശനെ സ്തുതിച്ചുകൊണ്ടും ഇത് ആരംഭിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം, ചന്ദ്രന്റെ, ശശി ചന്ദ്രൻ, ചന്ദ്രന്റെ വർണ്ണത്തോടു കൂടിയ, അതായത് തൂവെണ്മയോടു കൂടിയ, ചതുർഭുജം 4 കരങ്ങളോടു കൂടിയവനായ, പ്രസന്നവദനം വളരെ പ്രസന്നമായ സന്തോഷകരമായ വദനം, മുഖത്തോടു കൂടിയവൻ. അങ്ങനെയുള്ള ആ സർവവിഘ്നങ്ങൾക്കും ശാന്തി തരുന്ന, എല്ലാ വിഘ്നങ്ങളെയും മാറ്റുന്ന ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചവനും എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവനും, ചന്ദ്രന്റെ നിറത്തോട് ശോഭിക്കുന്നവനും, 4 കരങ്ങളുള്ളവനും, സന്തോഷകരമായ മുഖത്തോടു കൂടിയവനുമായ ആ എല്ലാ വിഘ്നങ്ങളെയും മാറ്റി തരുന്ന ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. ആ ഗണപതി ഭഗവാനെ ധ്യാനിക്കുന്നു എന്നും എടുക്കാം. ആ മഹാവിഷ്ണു സ്വരൂപിയായ പ്രപഞ്ചനാഥനെ ഞാൻ ധ്യാനിക്കുന്നു എന്നും എടുക്കാം അർത്ഥം. അടുത്ത ശ്ലോകം, ഇത് 1ാമത്തെ ശ്ലോകമായിരുന്നു. 2ാമത്തേത് നോക്കാം. യസ്യ ദ്വിരദവക്ത്രാദ്യ പാരിഷാദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തമാശ്രയേ. യസ്യ ദ്വിരദവക്ത്രാദ്യ പാരിഷാദ്യ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തം ആശ്രയേ. അപ്പോൾ യസ്യ ദ്വിരദവക്ത്രാദ്യ, യസ്യ യാതൊരാളുടെ
ദുരതവക്ത്രം എന്ന് വെച്ചാൽ വക്രമുഖം, ഗണപതിയുടെ മുഖത്തോടു കൂടി, അതായത് ഗണപതി തുടങ്ങിയ പാരിഷാദ്യ പരശതം, പരശതം 100-ലധികം, പാരിഷാദ്യ അദ്യ അതായത് പാർഷദന്മാർ 100-ലധികം, ഗണപതി തുടങ്ങിയ 100-ലധികം പാർഷദന്മാർ യാതൊരാളുടെ ആണോ ആ വിഷ്ണുവിനെ, വിശ്വക്സേനം ആ മഹാവിഷ്ണുവിനെ, തം ആശ്രയേ ഞാൻ സതതം ആശ്രയിക്കുന്നു. അപ്പോൾ വിഘ്നങ്ങൾ നീക്കുവാൻ വേണ്ടി ഗണപതി ഭഗവാൻ ഉൾപ്പെടെ 100-ലധികം പാർഷദന്മാരുള്ള ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശ്രയിക്കുന്നു എന്നാണ് ഈ വരികളുടെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഗണപതി തുടങ്ങിയ 100-ലധികം പാർഷദന്മാർ ആർക്കുണ്ട്? ഭഗവാനുണ്ട്, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനുണ്ട്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ ഞാൻ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ഇപ്പോൾ ആദ്യം നമ്മൾ വന്ദന ശ്ലോകത്തിൽ ഗണപതിയെയും വിഘ്നങ്ങൾ നീങ്ങുവാൻ വേണ്ടി ഗണപതി ഭഗവാൻ ഉൾപ്പെടെയുള്ള 100-ലധികം പാർഷദന്മാരുടെയും അവരെയൊക്കെ നമ്മൾ സ്തുതിച്ചു. ഇനി അടുത്തത് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം എഴുതിയ ഋഷിയാണല്ലോ നമ്മുടെ ഭഗവാന്റെ അവതാരമായ വ്യാസഭഗവാൻ. അപ്പോൾ ആ വ്യാസഭഗവാനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ് ഇനിയുള്ളത്. ആ വ്യാസഭഗവാനെ സ്തുതിക്കുകയാണ്. വ്യാസം വസിഷ്ഠൻ അപ്താരം, വ്യാസം വസിഷ്ഠനപ്താരം, വസിഷ്ഠ മഹർഷിയുടെ പ്രപൗത്രനാണ് നപ്താവ് എന്ന് വെച്ചാൽ വ്യാസം വസിഷ്ഠ നപ്താരം. നപ്താവ് എന്ന് വെച്ചാൽ പ്രപൗത്രൻ എന്ന് വെച്ചാൽ പൗത്രന്റെ പുത്രൻ. വസിഷ്ഠ മഹർഷിയുടെ പുത്രനാണ് ശക്തി മഹർഷി. ശക്തി മഹർഷിയുടെ മകനാണ് പരാശര മഹർഷി. പരാശര മഹർഷിയുടെ മകനാണ് വ്യാസഭഗവാൻ. അപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ പൗത്രന്റെ മകനാണ് വ്യാസഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനും പിന്നെയോ വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധി. ശുകം ശ്രീ ശുകബ്രഹ്മർഷിയെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ ശുകബ്രഹ്മർഷിയുടെ പിതാവായിട്ടുള്ള ആ തപോനിധിയായ വ്യാസഭഗവാനെ ഞാൻ സ്മരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വസിഷ്ഠന്റെ മകനായിട്ടുള്ള ശക്തി മഹർഷി, ശക്തിയുടെ മകനായ പരാശര മഹർഷി, പരാശരന്റെ മകനായ വ്യാസഭഗവാൻ, പിന്നെയോ ഭഗവാന്റെ മകനായ ശ്രീ ശുകബ്രഹ്മർഷി. അപ്പോൾ ആ ഒരു പരമ്പരയാണ് നമ്മളവിടെ വന്നിക്കുന്നത്. അങ്ങനെ വസിഷ്ഠന്റെ പൗത്രന്റെ പുത്രനായിട്ടുള്ളവനും ശ്രീ ശുകബ്രഹ്മർഷിയുടെ പിതാവായിട്ടുള്ള തപോനിധിയായ വ്യാസഭഗവാനെ വന്ദിക്കുന്നു. അതാണ് 3-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അടുത്ത 4-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. അപ്പോൾ ശ്രീ വേദവ്യാസ മഹർഷിയായി ജനിച്ചത് വിഷ്ണുരൂപനായ ആ ഭഗവാൻ തന്നെയാണ്. വ്യാസനായി വന്ന വിഷ്ണുരൂപനെയും വിഷ്ണുവായി വന്ന വ്യാസഭഗവാനെയും ആ ബ്രഹ്മജ്ഞാനത്തിന്റെ നിധിയായ ആ വസിഷ്ഠന്റെ പൗത്രനായിട്ടുള്ള ആ പരാശര മഹർഷിയുടെ മകനായിട്ടുള്ള
വ്യാസഭഗവാനെ ഞാനിതാ വന്ദിക്കുന്നു. അപ്പോൾ വ്യാസനായി വന്ന വിഷ്ണുവും വിഷ്ണുവായ വ്യാസനെയും മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വ്യാസനായും വ്യാസഭഗവാന്റെ രൂപത്തിലുള്ള വിഷ്ണുവായും വസിഷ്ഠ മഹർഷിയുടെ വംശക്കാരനായും അല്ലെങ്കിൽ ആ വംശത്തിൽ ബ്രഹ്മജ്ഞാനത്തിന്റെ നിധിയുമായിരിക്കുന്ന വേദവ്യാസ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. അടുത്ത വരി നോക്കാം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപാരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപ അരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. യാതൊരു മാറ്റങ്ങൾക്കും വിധേയനല്ലാത്ത ശുദ്ധനായ നിത്യനായ ആ പരമാത്മ സ്വരൂപനായ ഏകരൂപനായ വിഷ്ണുവിനെ ഞാനിതാ ആ എല്ലാറ്റിനെയും വിജയിക്കുന്ന ആ മഹാവിഷ്ണുവിനെ ഞാനിതാ നമസ്കരിക്കുന്നു. അവികാരായ യാതൊരു മാറ്റങ്ങൾക്കും വിധേയനല്ലാത്ത ശുദ്ധായ നിത്യശുദ്ധനാണ് ഭഗവാൻ. ഭഗവാനിൽ ത്രിഗുണങ്ങളോ മറ്റു പ്രകൃതിയെ ബാധിക്കുന്ന മായയോ ഒന്നും ബാധിക്കുന്നില്ല, ശുദ്ധനായി നിൽക്കുന്നു. നിത്യായ എന്നും നിലനിൽക്കുന്നവൻ, നിത്യനായിട്ടുള്ളവൻ, അങ്ങനെയുള്ള ആ പരമാത്മ സ്വരൂപനാണ് അദ്ദേഹം. സദൈക രൂപ അരൂപായ, സദൈക രൂപരൂപായ എന്നും സദൈക രൂപ അരൂപായ എന്നും ജപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ. അപ്പോൾ ചില പണ്ഡിതരായിട്ടുള്ളവർ ജപിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ഭാഗവും പറഞ്ഞത്. സദൈക രൂപരൂപായ, സദൈക രൂപരൂപായ, ഏകരൂപവും അനേക രൂപങ്ങളോടും കൂടിയവൻ. ഭഗവാൻ ഏകരൂപിയാണ്, പക്ഷെ ഭഗവാനിലാണ് അനേക രൂപങ്ങൾ ഉള്ളത്. സദൈക ഏകരൂപത്തോടു കൂടിയവനായവനും അനേക രൂപത്തോടു കൂടിയവനും, അതല്ല സദൈക രൂപ അരൂപായ, ഏകരൂപവും അനേക രൂപങ്ങളുമുണ്ട്, പക്ഷെ രൂപമില്ലാത്തവനുമാണ് ഭഗവാൻ. അരൂപിയുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ മഹാവിഷ്ണു അങ്ങ് വിജയിച്ചു നിൽക്കുന്ന അങ്ങയെ ഞാനിതാ സ്മരിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത്. എപ്പോഴാണോ നമ്മളൊന്ന് സ്മരിച്ചാൽ, നമ്മളുടെ ഒരു സ്മരണയിൽ, ഒരു സ്മരണ കൊണ്ട് മാത്രം ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് നമുക്ക് മുക്തി തരുന്ന യാതൊരാളാണോ ആ ആളിനെ, ആ മഹാവിഷ്ണുവിനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഒരു സ്മരണ കൊണ്ട് മാത്രം ജന്മസംസാര ബന്ധത്തിൽ നിന്ന് നമുക്ക് മുക്തി തരുന്നു. സ്മരണ, ഭഗവാനെ കുറിച്ചുള്ള നിരന്തര സ്മരണയാണ് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കുവാനും ഭഗവാനിലെ ആ മുക്തിപദത്തെ ലഭിക്കുവാനുമുള്ള ഏക മാർഗമെന്ന് മുൻപ് ധാരാളം വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്മരണ മതി ഭഗവാനെ വിലപിടിച്ച കാര്യങ്ങളൊന്നും, വലിയ വലിയ വഴിപാടുകളോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മൾ ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും കൊണ്ടാണ് നമുക്കുള്ളതെല്ലാം ഭഗവാന് നൽകുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഭഗവാന് വേണ്ടത് നിരന്തര സ്മരണയാണ്. ഭഗവാനെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാവണം. ആ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിരന്തരം നാമം ജപിക്കണമെന്ന് പറയുന്നത്. നാമം ജപിക്കുമ്പോഴും ഭഗവാനെ ഓർക്കാതെ അതൊരു യാന്ത്രികമായിട്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നാലും ആ നാമജപം കൊണ്ട് നമുക്കൊരു ഭഗവാനെ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടാവില്ല. വെറുതെ നാമം ജപിച്ച് സമയം പോകും എന്നേ ഉള്ളൂ. അത് ഇങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഏറ്റവും അടുക്കുവാൻ കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമജപങ്ങൾ, മന്ത്രങ്ങൾ, ഇവയുടെയൊക്കെ അർത്ഥമറിഞ്ഞ് നാം ജപിക്കുമ്പോഴാണ് ഭഗവാന്റെ
നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ കടന്നു വരുന്നതും ഭഗവാനെ നാം ഒരു സ്ഥിരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പിടത്തിൽ അങ്ങനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നാം ഇങ്ങനെ ഭഗവാനോട് ഓരോ മന്ത്രങ്ങളും ജപിച്ച് പുഷ്പാർച്ചന നടത്തുകയാണ് മാനസ പൂജയായി. അങ്ങനെ ഒന്ന് സ്മരിച്ചാൽ മതി. സ്മരണയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമുക്ക് നാമജപിക്കാൻ അറിയില്ല, നമുക്ക് പാരായണം ചെയ്യാൻ അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കതിനുള്ള സമയവുമില്ല. ജീവിതത്തിൽ വളരെ തിരക്കായിട്ട് നമ്മൾ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കും എന്തു ചെയ്യാം? ഭഗവാനെ സ്വന്തമാക്കാം. എങ്ങനെ? നിരന്തരമുള്ള സ്മരണ കൊണ്ട്. ഭഗവാനോടുള്ള നിരന്തര സ്മരണ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്യുന്നവരെയല്ലേ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത് ആരെയായിരിക്കും? നമ്മുടെ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെയാണ് നമ്മൾ ആ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കുകയും അവർ വിളിച്ചില്ലല്ലോ, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവർ ഇന്ന് എവിടെ പോയി, അല്ലെങ്കിൽ എന്താണ് വൈകുന്നത് വരാൻ എന്നൊക്കെയുള്ള ചിന്തകളോടെ ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ അങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പകരം ഭഗവാനെയാണ് നാം നിരന്തരം ഓർക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാം നമ്മെ ഓർക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും എല്ലാം ചെയ്യും. കാരണം അവരിൽ ഭഗവാൻ പ്രവർത്തിക്കും. അപ്പോൾ ആദ്യമായും അവസാനമായും നാം ഒരാളെ ഓർത്താൽ മതി, ഒരാൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി. അത് ഭഗവാന് വേണ്ടിയാണ്. ആ ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നമ്മോടൊപ്പം സന്തോഷമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരൊറ്റ സ്മരണ കൊണ്ട് തന്നെ, നിരന്തരമുള്ള ഭഗവാനോടുള്ള ആ സ്മരണ കൊണ്ട്, വേറെ ഒന്നും ചിലവാക്കണ്ട, വേറെ ഒന്നും നിങ്ങൾ ചിലവാക്കണ്ട. ഭഗവാനോടുള്ള നിരന്തര സ്മരണ മാത്രം മതി. നമ്മുടെ സംസാര ദുഃഖത്തിൽ നിന്ന് ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തും. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. അങ്ങനെ കൈപിടിച്ചുയർത്തുന്ന ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. നമ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേക രൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേക രൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്ത ഭൂതാനാം, ഞാൻ നമസ്കരിക്കുന്നു. ആരെയാണ്? സർവഭൂതങ്ങളെയും സർവചരാചരങ്ങളെയും ചരാചരങ്ങളുടെയും മുൻപ് ഉണ്ടായിട്ടുള്ളവനും ഭൂമിയുടെ ഭാരത്തെ ഭരിക്കുന്നവനും, അതായത് ഭൂഭാരത്തെ ഇല്ലാതാക്കുന്നവനും അനേക രൂപങ്ങൾ കൈക്കൊണ്ടവനും എങ്കിൽ രൂപമില്ലാത്തവനും ആയിട്ടുള്ള ആ പ്രഭുവായിട്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും പ്രഭുവായിട്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ഭഗവാനെ, എല്ലാറ്റിൻ്റെ ഉടമയായ ഭഗവാനെ, ആ മഹാവിഷ്ണുവിനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു, സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അപ്പോൾ എല്ലാ ചരാചരങ്ങളുടെയും മുൻപ്, ലോകത്ത് പ്രപഞ്ചത്തിൽ ഏത് ചരാചരത്തെയാണോ ഭഗവാൻ തന്റെ മായാശക്തി കൊണ്ട്, ഇച്ഛാശക്തിയാകുന്ന മായാപ്രകൃതി കൊണ്ട് സൃഷ്ടിച്ചത്, അതിനും മുൻപുണ്ടായിട്ടുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. എല്ലാ ചരാചരങ്ങൾക്കും മുൻപുണ്ടായിട്ടുള്ളവനും ഭൂഭാരത്തെ തീർക്കുന്നവനും, അല്ലെ ഭൂമിയെ, ആ ഭൂമിയുടെ ഭാരത്തെ തീർത്ത് ഭൂമിയെ ഭരിക്കുന്നവനും, അനേക രൂപങ്ങൾ കൈക്കൊള്ളുന്നവനും, ഏകരൂപിയായിരിക്കുന്നവനും, രൂപമില്ലാതിരിക്കുന്നവനും, അങ്ങനെയിരിക്കുന്ന പ്രഭുവുമായിരിക്കുന്ന ആ മഹാവിഷ്ണു ആയ സർവാത്മാവായ ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈ വന്ദന ശ്ലോകങ്ങൾ. ഈ വന്ദന ശ്ലോകങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇതിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമ മന്ത്രമാണ് ഇതിങ്ങനെ വിവരിക്കുവാൻ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഞാൻ വെറും ഒരു ഉപകരണമാണ്. ഉപകരണത്തിന് പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കും. അത് ഭഗവാൻ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് തെറ്റുകൾ കുറ്റങ്ങളെല്ലാം മാറി കറക്റ്റായിട്ട് വരുന്നത്. ഭഗവാൻ എടുത്ത്
അടിയനെ ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി, ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി നന്നായി പ്രാർത്ഥിക്കുക. ഓരോ ശ്ലോകങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈ അർത്ഥം വേണം മനസ്സിൽ തെളിഞ്ഞു വരുവാൻ. അപ്പോഴാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം ദൃഢമാകുന്നത്. ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചോ, ജപിച്ചു, എല്ലാ ദിവസവും ജപിക്കുന്നുണ്ട്, പക്ഷെ അതൊരു യാന്ത്രികമായ ഒരു കർമ്മമായി മാറും. നമ്മൾ സ്ഥിരം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അത് ഉറയ്ക്കും. പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കുമ്പോൾ ഞാൻ ഇതൊക്കെയാണോ ഭഗവാനെ കുറിച്ച് ജപിച്ചത്, ഭഗവാൻ ഇത്രയും ഇത് ഇവിടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ആദിയിലുണ്ടായവൻ, ഈ എന്താണോ ഇവിടെ കാണുന്നത് അതാണ് വിഷ്ണു. നമ്മൾ ആ വിഷ്ണു നമ്മുടെ ഉള്ളിലും പുറത്തും, അതാണ് ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. നമ്മുടെ ഉള്ളിലുമുണ്ട്, നമ്മുടെ പുറത്തുമുണ്ട്. എവിടെ നോക്കിയാലും മഹാവിഷ്ണുവിന്റെ ആ ഒരു എനർജി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, ഒരു കണികയാണ് നമ്മളും. അപ്പോൾ നമ്മിലും ഇതിന്റെ പുറത്തും എവിടെ നോക്കിയാലും, ഏത് ചരാചരങ്ങളിലും നോക്കിയാലും വിഷ്ണു ഭഗവാൻ മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ വിഷ്ണു ഭഗവാനെയാണ് നമ്മൾ 1000 നാമങ്ങൾ ഉപയോഗിച്ച് സ്തുതിക്കുന്നത്. ആരാണ് സ്തുതിക്കുന്നത്? ഭീഷ്മ പിതാമഹനാണ്. തന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ആ സമയത്ത് ഭഗവാനെ നേരിൽ കണ്ട് സ്തുതിക്കാൻ ഭീഷ്മർക്ക് കിട്ടിയ മഹാഭാഗ്യം. ഭീഷ്മർക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തത് സനൽകുമാര ഋഷിയാണ്. ആ സനകാദികളെ കുറിച്ച് നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ ജന്മമുക്തി, ജനിക്കുമ്പോൾ തന്നെ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിരുന്നു. അവര് ജന്മനാ തന്നെ ജന്മമുക്തി നേടിയവരാണ്, ജീവൻ മുക്തരായവരാണ്. ആ മഹർഷിയിൽ നിന്നാണ് ഭീഷ്മ പിതാമഹർക്ക് ഈ വിഷ്ണു സഹസ്രനാമം സ്വന്തമായത്. അതാണ് ലോക നന്മയ്ക്ക് വേണ്ടി, കലിദോഷ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട്, ഭഗവാനെ മുന്നിൽ നേരിട്ട് കണ്ടുകൊണ്ട് ഭഗവാന്റെ 1000 നാമങ്ങൾ സ്തുതിച്ച് അങ്ങനെ മനസ്സ് ഭഗവാനിൽ ലയിപ്പിച്ച് അങ്ങനെ ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഭീഷ്മ പിതാമഹർ. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായ ഈ മന്ത്രജപം നാം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥമറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ഭഗവാൻ എടുത്ത് ഉപയോഗിക്കുകയാണ് എന്നെ. അപ്പോൾ അത് എല്ലാവർക്കും അത് പ്രയോജനമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഭാഗം വന്ദന ശ്ലോകം ഇവിടെ നിർത്തുന്നു. ഇതിന് ശേഷം ഇനി യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 6 പ്രധാന ചോദ്യങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു. ആ ചോദ്യങ്ങളാണ് അടുത്തത്. ആ ചോദ്യങ്ങളും ഭീഷ്മ പിതാമഹൻ അതിന് നൽകുന്ന ആ സംശയങ്ങൾക്ക് നൽകുന്ന മറുപടിയുമാണ് അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ഉള്ളിലുള്ള ആ ഇച്ഛാശക്തിയായ മായാപ്രകൃതിയായ ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.